أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واغفر لأبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغاوين. صدق الله العظيم. അശ്ശുഅറാ 86 മുതൽ 91 വരെ. വഗ്ഫിർ, നീ പുറത്തു കൊടുക്ക്, ലി അബി, എൻ്റെ പിതാവിന്, ഇന്നഹു, നിശ്ചയം അദ്ദേഹം, കാന മിനൽ ളാല്ലീൻ, വഴിതെറ്റിയവരിൽ പെട്ടവനായിരുന്നു, അല്ലെങ്കിൽ ആയിട്ടുണ്ട്, അഥവാ ആയിത്തീർന്നിരിക്കുന്നു. വലാ തുഹ്സിനി, നീ എന്നെ മാനം കെടുത്തരുത്, അപമാനിക്കരുത്, നിന്ദിക്കരുത് എന്നൊക്കെ അർത്ഥം. യൗമ യുബ്അസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. യൗമ ലാ യൻഫഉ, ഉപകരിക്കാത്ത ദിവസം. മാലുൻ വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും. ഇല്ലാ മൻ അതല്ലാഹ, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വന്നവനൊഴികെ. ബിഖൽബിൻ സലീം, ബിഖൽബിൻ ഹൃദയവുമായിട്ട് അല്ലെങ്കിൽ മനസ്സുമായിട്ട്, സലീം ന്യൂനതയില്ലാത്ത അല്ലെങ്കിൽ കുറ്റമറ്റ. വ ഉസ്ലിഫത്തിൽ ജന്നത്തു, സ്വർഗം അടുപ്പിക്കപ്പെട്ടു, അഥവാ അടുപ്പിക്കപ്പെട്ട ദിവസം. ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കായിട്ട്. വ ബുരിസത്തിൽ ജഹീം, നരകം വെളിപ്പെടുത്തപ്പെട്ട ദിവസം. ലിൽ ഗാവീൻ, വഴിതെറ്റിയവർക്കായി. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന തുടരുകയാണ്. വഗ്ഫിർ ലി അബി ഇന്നഹു കാന മിനൽ ളാല്ലീൻ, എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണമേ, അദ്ദേഹം വഴിതെറ്റിയവരിൽപ്പെട്ടവനായിരിക്കുന്നു. ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തുന്നത് തീകുണ്ടാരത്തിൽ എറിയപ്പെട്ട ശേഷം നാട് വിട്ട് പോകുന്ന സന്ദർഭത്തിലാകാനാണ് സാധ്യത. കാരണം നാട് വിട്ടു പോകുമ്പോൾ എറിഞ്ഞു കൊല്ലുമെന്നൊക്കെ പറഞ്ഞ പിതാവിനോട് സസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ റബ്ബിന് വേണ്ടി താങ്കൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് മഗ്ഫിറത്ത് നൽകും എന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന പിന്നീട് പിൻവലിച്ചതായി അള്ളാഹു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വമാ കാന ഇബ്രാഹീമ ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം തൻ്റെ സൂറത്തു തൗബയിലെ 114 ആയത്തിൽ ഇബ്രാഹിം തൻ്റെ പിതാവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന അദ്ദേഹം കൊടുത്ത ഒരു ഓഫറിൻ്റെ പേരിലായിരുന്നു. അയാൾ അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മുക്തനായി, അഥവാ ആ പ്രാർത്ഥന പിൻവലിച്ചു. ഇബ്രാഹിം വലിയ ക്ഷമാശീലനും പശ്ചാത്തപിക്കുന്നവനും ആയിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അവിടെ അത് പറയുന്ന പശ്ചാത്തലം അന്ന് നമ്മൾ വിശദീകരിച്ചതാണ്, ആയത്ത് നോക്കുന്നവർക്ക് കാണാം.
മാക്കാനലി നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീന വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം എന്നാണ് 113-ാമത്തെ ആയത്ത്. നബിക്കോ അല്ലെങ്കിൽ മോമിനുകൾക്കോ മുശ്രിക്കുകളായ തങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക എന്നത് ഭൂഷണമല്ല, പാടുള്ളതല്ല. അവർ സത്യത്തിൻ്റെ ശത്രുക്കളും നരകത്തിൻ്റെ ആളുകളുമാണ് എന്ന് വ്യക്തമായ ശേഷം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ചോദ്യമുണ്ടാകും, അപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചല്ലോ എന്ന്. അതിനെ അള്ളാഹു അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഇവിടെ എടുത്തു പറയുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ശത്രുത കാണിച്ച പിതാവിനോട് അദ്ദേഹം കാണിച്ച സർഗാത്മകമായ മറുപടിയാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് മനുഷ്യരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലുക എന്നുള്ള കുറ്റം താങ്കൾ ചെയ്താലും താങ്കളെ രക്ഷിക്കാൻ വഴിയുണ്ടോ എന്നാണ് ഞാൻ നോക്കുക എന്ന നിലപാടിൻ്റെ പ്രകാശനമായിരുന്നു ആ മറുപടി. അതിനാണ് അദ്ദേഹം അത് നടത്തിയത്. പിന്നെ ഇവിടെ എന്തിനാണിത് പറയുന്നത്? ഇവിടെ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ വാദിക്കുന്ന അറബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ എതിരാളികൾ. അങ്ങനെ പിന്മുറക്കാരായതുകൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുവാനാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്. അതിൻ്റെ മറുപടി സൂചിപ്പിക്കുന്ന വർത്തമാനമാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു കാര്യം ഇതിൽ നിന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കാനുണ്ട്. മാതാപിതാക്കൾ ഹിദായത്തിലാകണമെന്ന് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും സ്വാഭാവികമായി മനുഷ്യർ. പിന്നെ അദ്ദേഹം പറയുന്നത് വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, ആളുകൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ മാനം കെടുത്തരുതേ എന്നാണല്ലോ. അപ്പോൾ അന്ന് പരലോകത്ത് മാനം കെടാതിരിക്കണമെന്നും അടുത്ത ബന്ധുക്കളെ, മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ സത്യത്തിലേക്ക് നയിക്കണമെന്നും ഉള്ള ഒരു താല്പര്യം വിശ്വാസികളിൽ ഉണ്ടാകണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുക എന്നത് വലിയ മനപ്രയാസവും നിന്ദ്യതയും തന്നെ ആയിരിക്കുമല്ലോ. റിവായത്തുകളിൽ ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, അല്ലാഹു തആലാനോട് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കും, അല്ലാഹുവേ നീ എന്നെ മാനം കെടുത്തരുതേ, മാനം കെടുത്തില്ല എന്ന് ഓഫർ തന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ പറയും, നരകം കാഫിറിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന്. അഥവാ സങ്കടം അവിടെ നിന്ന് ഉണ്ടാകുന്നർത്ഥം. ഈ സങ്കടം വിശ്വാസിക്ക് ആലോചിക്കണം, എനിക്കുണ്ടാകുമോ എന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം? മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ സത്യത്തിലേക്ക് ക്ഷണിക്കണം, ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തതുപോലെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നർത്ഥം. ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ ദലാലത്തിൽ കഴിയുന്ന അവസ്ഥയാണ് സഹാബിമാരായ മോമിനുകളിൽ മിക്കവാറും ആളുകൾക്കൊക്കെ ഉള്ളത്. അവർക്കൊക്കെ ഞങ്ങൾ പരലോകത്ത് മാനക്കേടിലാകുന്ന അവസ്ഥ ഉണ്ടാകരുത്, ഇവരെയൊക്കെ ഹിദായത്തിലേക്ക് നയിക്കണം എന്നൊരു പ്രേരണ പരോക്ഷമായി നൽകുന്ന തരത്തിലാണ് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന ഇവിടെ പറയുന്നത്. വഗ്ഫിർലി അബി ഇന്നഹു കാന മിനൽ ളാലിൻ വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. പിതാവ് വഴികേടിലായിരിക്കുന്നു, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം, എന്നെ മാനം കെടുത്തരുത് എന്ന്. എന്നിട്ട് ആ മാനം കെടുത്തരുത് എന്ന് പറഞ്ഞ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമോ? ഇല്ല. അത് അള്ളാഹു അതിനേക്ക് ചേർത്ത് പറയുകയാണ് മറുപടിയായിട്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തും സന്താനങ്ങളും പ്രയോജനപ്പെടാത്ത ദിവസത്തെ കാര്യമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ചോദിക്കുന്നത്. മുഫസ്സിറുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇത് ആരുടെ വാചകമാണ്? ഇബ്രാഹിം നബി പറഞ്ഞ വാചകം അള്ളാഹു പറയുകയാണോ, അതല്ല അള്ളാഹു സ്വയം അതിലേക്ക് ചേർത്ത് പറയുകയാണോ എന്ന്. എന്തായാലും മാതാപിതാക്കളും മക്കളും സമ്പത്തും മാതാപിതാക്കളും പ്രയോജനപ്പെടാത്ത ദിവസം എൻ്റെ പിതാവിനെ രക്ഷിക്കണേ എന്ന് സ്വാഭാവികമായിട്ട് ഇബ്രാഹിം നബി പറയില്ലല്ലോ. എൻ്റെ പിതാവിനോട് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുക അതിൻ്റെ നേരെ വിപരീതമായ കാര്യമല്ലല്ലോ. മക്കളും മാതാപിതാക്കളും പ്രയോജനപ്പെടാത്ത ദിവസം എന്നല്ലല്ലോ പറയാം. പകരം അദ്ദേഹം ചോദിച്ചത്
സന്താനങ്ങളും സമ്പത്തും രക്ഷപ്പെടാത്ത ദിവസത്തെ കാര്യമാണ് എന്ന് പരോക്ഷ മറുപടിയാണ്. അഥവാ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. പിന്നീട് പ്രാർത്ഥന പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ടാണ് അള്ളാഹു താല ഈ പറയുന്നത്. അത് അള്ളാഹു ചേർത്ത് പറയുന്നതാണ്. നടക്കാത്ത ദിവസം അല്ലേ, അന്ന് എനിക്ക് താങ്കളെ പ്രത്യേകം കാണണമെന്ന് പറയുമ്പോൾ ആ കാണണമെന്ന് അവൻ പറഞ്ഞത് എനിക്ക് ഒട്ടും ഒഴിവില്ലാത്ത ദിവസമാണ് എന്ന് കേൾക്കുന്ന ആളോട് പറയുന്നത് പോലെ ഇബ്രാഹിം അലൈഹി സ്വലാം ആ ചോദിച്ചത് സന്താനങ്ങളും സമ്പത്തും പ്രയോജനപ്പെടാത്ത ദിവസത്തെ കാര്യമാണ് എന്നതോടുകൂടി സത്യവിശ്വാസിക്ക് മനസ്സിലായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തു വേണം? അദ്ദേഹം ദുനിയാവിൽ വെച്ച് ചെയ്തതുപോലെ പിതാവിനെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കണം, അതുപോലെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ എന്ന് സൂചന. പിന്നെ ആരാണ് അവിടെ രക്ഷപ്പെടുക? ഇല്ലാമൻ അതല്ലാഹ ബി ഖൽബിൻ സലീം. അള്ളാഹുവിൻ്റെ അടുത്ത് കുറ്റമറ്റ കൽബുമായിട്ട് വന്നവൻ ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വന്നവന്, അങ്ങനെ കുറ്റമറ്റ കൽബുമായിട്ട് വന്നവന് പ്രയോജനപ്പെടും അവൻ്റെ സമ്പത്തും സന്താനങ്ങളും. അഥവാ സമ്പത്ത് നല്ലതിന് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ സദഖ കൊടുത്തിട്ടുണ്ട്, അത് അവന് പ്രയോജനപ്പെടും. അവിടെ അവന് ദുനിയാവിൽ സമ്പത്തുണ്ടായതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനിന് ദുനിയാവിൽ അവൻ്റെ സമ്പത്ത് പ്രയോജനപ്പെട്ടു, സദഖ കൊണ്ട്, ഇൻഫാഖ് കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട്. സന്താനങ്ങൾ കൊണ്ടും പ്രയോജനപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ മരണാനന്തരം പ്രയോജനപ്പെടുന്നത് ആകെ 2 കാര്യങ്ങളാണ്. ഒന്ന് സദഖയും, രണ്ടാമത്തത് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു. സദഖത്തുൻ ജാരിയയും പിന്നെ വലതുൻ സാലിഹുൻ യദ്ഉ ലഹു. സ്വർഗത്തിൽ വിശ്വാസിക്ക് പദവി ഏറ്റിക്കൊടുക്കും. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ബിദ്വാഇ വലദിക്ക. അത് മഹ്ശറിൻ്റെ മുമ്പ് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. ഖബർ ബസഖ് ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ കൽബുൻ സലീമുമായി വന്നവന് സമ്പത്തും പ്രയോജനപ്പെടും, സന്താനങ്ങളും പ്രയോജനപ്പെടും, അല്ലാത്തവന് പ്രയോജനപ്പെടുകയില്ല. പിന്നെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ. മുത്തഖികൾക്കായിട്ട് സ്വർഗം അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അഥവാ മുത്തഖികൾക്കുള്ളതാണ് സ്വർഗം, വേറെ ആർക്കുമല്ല. വബുരിസത്തിൽ ജഹീമുലിൽ ഗാവീൻ. വഴിതെറ്റിയവർക്കായിട്ട് നരകം ഇങ്ങോട്ട് വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വർഗം അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു, നരകം കാണുന്നിടത്തുണ്ട്. എന്താണ് അള്ളാഹു അതിലൊക്കെ ഉദ്ദേശിച്ചത് എന്ന് പൂർണ്ണമായിട്ടും അള്ളാഹുവിനാണ് അറിയുക. നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയും. സ്വർഗം അടുപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം ഇപ്പോഴെവിടെയോ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ എവിടെയോ ഒരിടത്ത് സ്വർഗമുണ്ടാകാം, അതുപോലെ നരകവും. വിചാരണ സമയമാകുമ്പോൾ ആ ദിവസം യൗമുദ്ദീനിൽ, അതാണല്ലോ ഇബ്രാഹിം നബി നേരത്തെ പറഞ്ഞത്, യൗമുദ്ദീനിൽ എനിക്ക് പുറത്തു തരണം എന്നാണ് അവൻ എനിക്ക് പുറത്തു തരാൻ പ്രതീക്ഷിക്കുന്നവൻ എന്നാണ് എന്ന് പറഞ്ഞല്ലോ മുകളിൽ. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅത്തി യൗമദ്ദീൻ എന്ന് പറഞ്ഞു. ആ യൗമുദ്ദീനിലെ കഥയാണ്. അന്ന് സ്വർഗം അടുത്തു കൊണ്ടെന്ന് നിർത്തിയിരിക്കുന്നു. ടൂറ് പോകാൻ വേണ്ടി സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പോകാനുള്ള വാഹനം കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതുപോലെ എന്നൊക്കെ ഊഹിക്കാം നമുക്ക്. വിചാരണ പാസ്സാകുന്നവരെ സ്വർഗത്തിലേക്ക് കയറ്റാൻ സ്വർഗഗോളം, ഭൂഗോളത്തിലാണ് മഹ്ശർ ഉണ്ടാവുക. സ്വർഗഗോളം ഭൂമിയിൽ നിന്ന് അതിലേക്ക് പ്രവേശിക്കാവുന്ന തരത്തിൽ വളരെ അടുത്ത് വന്നിരിക്കുന്നു. പല ഗോളങ്ങളും പലപ്പോഴും ഭൂമിയുടെ അടുത്ത് വരലും ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിരുന്നു. ഭൂമിക്കൊരു താൽക്കാലിക ഉപഗ്രഹം ഒരാഴ്ച ഭൂമിയെ കറങ്ങിയിട്ടത് പോയി. ഹാലിയുടെ വാൽനക്ഷത്രം 72 കൊല്ലമാകുമ്പോൾ ഭൂമിയുടെ അടുത്ത് വരും. അതുപോലെ തന്നെ നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ഭൂമിയുടെ അടുത്ത് വരുന്ന അതുണ്ട്. എന്നതുപോലെ സ്വർഗഗോളം അന്ന് ഭൂമിയുടെ അടുത്ത് മഹ്ശറയുടെ സമീപത്ത് വന്ന് നിൽക്കും എന്നർത്ഥം. എന്നിട്ട് മുത്തഖികൾ അതിലേക്ക് പ്രവേശിക്കപ്പെടും. അതോടൊപ്പം തന്നെ കത്തിയാളുന്ന നരകം ബുരിസത്ത് ആണ്, വ്യക്തമായി. അഥവാ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പാലത്തിലൂടെ പോകുന്നവർ അതിൽ നിന്ന് തെറ്റി വീഴുന്നത് നരകത്തിൻ്റെ ഗോളത്തിലേക്കാണ്. അത് ബുരിസത്താണ്, ഉസ്ലിഫത്തല്ല, അഥവാ അടുത്തല്ല. കാരണം തീയാണല്ലോ. കണ്ടു. സ്വർഗത്തിലേക്കുള്ള സിറാത്തിലൂടെ പോകുമ്പോൾ വീഴുന്നത് നരകത്തിലേക്കാണ് ഹാവീനായ ആളുകൾ.
അങ്ങനെയൊക്കെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ദിവസം എങ്ങനെയാണ് ഒരു നബിയുടെ പ്രാർത്ഥന പരിഗണിച്ചുകൊണ്ട് ധിക്കാരിയായ അല്ലെങ്കിൽ നിഷേധിയായ വഴിതെറ്റിയവനായ പിതാവിനെ രക്ഷപ്പെടുത്തുക എന്ന മറുപടി സൂചിപ്പിക്കുകയാണ് ഇവിടെ പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യം. സൂറത്തു തൗബയിൽ അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ ആ പ്രാർത്ഥന വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹുവിൻ്റെ വരികളിലും വരികൾക്കിടയിലും പറയുന്നത് ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്കവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ ബിനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.